ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, നമ്മുടെ കൺസിസ്റ്റൻസി കണ്ട് ശത്രുക്കൾ കണ്ണുവെച്ചതാണോ എനിക്ക് പനി പിടിക്കുകയും അതേസമയം പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയും ചെയ്തു. വളരെ വിഷമഘട്ടത്തിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ സ്വത്തുകുട്ടികൾക്ക് ഒരാപത്തും വരുത്തരുതേ. ദൈവം പ്രാർത്ഥന കേട്ടു. യുദ്ധം നിശ്ചലമായി. എൻ്റെ ശബ്ദവും കുറേശ്ശെയായി തിരിച്ചു വന്നു തുടങ്ങി. ചെറിയ അടപ്പൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കുക. നമുക്കിന്ന് പുതിയ കഥ പറഞ്ഞു തുടങ്ങാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 റിലീസ് ചെയ്ത ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഹെൻറി കാവിലാണ് ഈ സിനിമയുടെ നായകൻ. പോലീസുകാർക്ക് ഒരു പെൺകുട്ടിയുടെ ജഡം കണ്ടുകിട്ടുന്നു. അവിടെ മുതൽ തുടങ്ങാണ് ഇൻവെസ്റ്റിഗേഷൻ. ആ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണ് പോയത്? നൈറ്റ് ഹണ്ടർ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി പേടിച്ചരണ്ട് ജീവനം കൊണ്ട് കാട്ടിലൂടെ എങ്ങോട്ടോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൾ വസ്ത്രം പോലും നേരെ ധരിച്ചിട്ടില്ല. എത്ര ഓടി അകന്നാലും അവളുടെ പുറകെ ഒരുത്തൻ വരുന്നുണ്ട്. അയാളിൽ നിന്ന് അവൾക്ക് രക്ഷയില്ല. ഒരു പാലത്തിന് മുകളിൽ വെച്ചിട്ട് ഇനി ഓടാനൊരിടമില്ല എന്ന് മനസ്സിലാക്കിയ പെണ്ണ് പാലത്തിന് മുകളിൽ നിന്നും താഴത്തേക്ക് ചാടും. അവളുടെ ബോഡി വന്ന് വീഴുന്നത് മരം കൊണ്ടുപോണ ഒരു ട്രക്കിന്റെ മുകളിലാണ്. വീണ ഉടനെ തലതല്ലി ആ പെൺകുട്ടി മരണപ്പെട്ടു. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ TV ന്യൂസിൽ 4-5 വർഷങ്ങളായി ആ നാട്ടിൽ പല പെൺകുട്ടികളും കാണാതായിട്ടുണ്ട്. ഇതുവരെ അവരെപ്പറ്റി ഒരു വിവരങ്ങളും കിട്ടിയിട്ടില്ല. ഈ വാർത്ത ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഹീറോ തന്റെ മോൾക്ക് വേണ്ടി ഭാര്യയുടെ വീടിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. ഹീറോയും ഭാര്യയും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിയുന്നത്. വീക്കെൻഡിൽ ഹീറോ മോളെ വിളിക്കാൻ വരാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം മോളെ വിളിക്കാൻ വരുമ്പോൾ അമ്മയും മോളും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. എന്താണെന്ന് ചോദിക്കവേ മോള് ഫേസ്ബുക്കിൽ കുറച്ച് ഹോട്ടായിട്ടുള്ള പിക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമ്മ അത് ചോദ്യം ചെയ്യുക. അച്ഛൻ വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും അവളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. അപ്പൻ ആ സോഷ്യൽ മീഡിയ പേജ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ടീനേജ് പെൺകുട്ടിയുടെ വികൃതികളൊക്കെ അതിൽ കാണാം. കിം ആൻഡ് കൈലിനെ കാട്ടിലും ബെറ്റർ ഫോട്ടോയാണ് ഞാൻ ഇടണേന്ന് പറയും മോള്. അപ്പം അച്ഛൻ മോളെ നോക്കിയിട്ട് മോൾക്ക് ആൺപിള്ളേരെ കുറിച്ച് അറിയില്ല, എല്ലാം ഫ്രോഡ് പിഗ്ഗുകളാ. പെൺപിള്ളേരെ പലതരം ഫോട്ടോസും ഡീറ്റെയിൽസും കാണിച്ച് അവർ പറ്റിക്കും. അതാണ് സത്യമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഹീറോ മോളുടെ ഒരു കൂട്ടുകാരൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇവൻ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഫേക്കാ, അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടോ മുഴുവൻ പെൺപിള്ളേരാ, ഇത് ഇവൻ്റെ ഒറിജിനൽ ഐഡിയ അല്ല. ഈ ഐഡിയ ഉപയോഗിച്ച് അവൻ മോളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. എന്തുണ്ടെങ്കിലും അച്ഛനോട് പറയണം. ഒളിച്ചും പാത്തും വെച്ച് അവസാനം എന്തേലും കെണി ചെന്ന് പെടരുത്. അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ല. ഇങ്ങനെ മോളെ വാൺ ചെയ്തതിന് ശേഷം അച്ഛൻ അവളെ അങ്ങേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ മീറ്റ് ചെയ്ത ഏതോ ഒരു ബാബു അങ്കിളിനെ കാണാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഈ അങ്കിള് മോൾക്കൊരു ഐഫോൺ സമ്മാനമായിട്ട് കൊടുക്കും. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. പല പഞ്ചാര വാക്കുകളും പറഞ്ഞ് അങ്കിള് മാമൻ മോളെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക. അവിടെ ചെന്ന് റൊമാൻറ്റിക് ഡയലോഗൊക്കെ അടിച്ചിട്ട് പുള്ളി മെല്ലെ ഷർട്ട് അഴിക്കും. എന്നിട്ട് പെങ്കൊച്ചിനോടും വസ്ത്രം മാറാൻ പറയവേ പുറകിൽ നിന്ന് ഇയാളുടെ മണ്ടയ്ക്ക് ഒരു അടി വീഴുന്നുണ്ട്. ഒരു മൊട്ട ഡാഡിയാണ് അടിച്ചത്. ഈ സമയത്ത് ഹീറോയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നു. പോലീസുകാർക്ക് ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. ലോറിയിൽ നിന്ന് മരം ഇറക്കുമ്പോഴാണ് ലോറിക്കാർ ആ ബോഡി കണ്ടത്. ഹീറോ ആയിരിക്കും ആ അതിർത്തിയിലെ ഹോമിസൈഡ് ഇൻസ്പെക്ടർ. സോ ഹീറോ സ്പോട്ടിലേക്ക് ചെന്ന് ആ ബോഡി പരിശോധിക്കുന്നുണ്ട്. പെണ്ണിന്റെ കയ്യിലെ മുറിപ്പാട് കണ്ടാൽ അറിയാം അവളെ എവിടെയോ കുറച്ചു നാളായിട്ട് കെട്ടിവെച്ചിരുന്നതാണ്. മരം കയറ്റുമ്പോൾ ബോഡി ഇല്ലെങ്കിൽ വരുന്ന വഴിയെ ഏതെങ്കിലും ബ്രിഡ്ജിൽ നിന്നായിരിക്കണം ബോഡി വണ്ടിയിലേക്ക് വീണിട്ടുണ്ടാവുക. സോ അടുത്തുള്ള ബ്രിഡ്ജൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയും ഹീറോ. എന്നിട്ട് ഇവർ എത്രയും പെട്ടെന്ന് ബോഡി ഓട്ടോപ്സിക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് മനസ്സിലാവുന്ന പെൺകുട്ടിയെ കുറച്ചു നാളായി ആരോ കിഡ്നാപ്പ് ചെയ്ത് ഒളിച്ചു വെച്ചിരുന്നതാണ്. അവളെ കെട്ടിവെച്ചിട്ടുണ്ട്. വൈറ്റമിൻ സപ്ലിമെന്റ്സും അതേപോലെ ഗർഭിണിയാവാതിരിക്കാനുള്ള മരുന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിലെ ഇയർ ഡ്രമ്മും പൊട്ടിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി വന്നത് എവിടുന്നാണെന്ന് മനസ്സിലാക്കിയാൽ കൂടുതൽ മിസ്സിംഗ് കേസുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് ചീഫ് ഹീറോയോട് പറയും. എന്നിട്ട് ചീഫ് പുതിയ സൈബർ സ്ക്വാഡിനെ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ കേസിൽ ഹീറോയെ സഹായിക്കാൻ വേണ്ടി. ആ സൈബർ സ്ക്വാഡിൽ ഹീറോയുടെ പഴയ കാമുകയുണ്ടാവും. ആ പെണ്ണിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതാണ്. എന്നാലും പഴയ കാമുകിയെ കാണുമ്പോൾ ഒരു രസമല്ലേ? രസമൊന്നുമില്ല, എന്നാലും പറയുക. അവർ പഴയ സൗഹൃദമൊക്കെ പുതുക്കി പുതിയ കേസിനെ പറ്റി സംസാരിക്കും. അതിനൊപ്പം ഹീറോ തന്റെ മോളുടെ സോഷ്യൽ മീഡിയ കൂട്ടുകാരുടെ ലിസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തിട്ട് കൂട്ടുകാരിയോട് ചെക്ക് ചെയ്യാൻ പറയും. ഈ സമയത്ത് നമ്മുടെ കൊച്ചു പെണ്ണും മൊട്ട ഡാഡിയും ഒരു ഗുണ്ടുമാമനെ പിടിച്ചില്ലേ, അയാൾ ഇവര് ഹോട്ടൽ മുറി തന്നെ കെട്ടിവെച്ചിരിക്കുക. ബോധം വന്ന ആളെ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്നെ എന്താടാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ മൊട്ട ഡാഡി പറയും നീ 13 പെൺകുട്ടികളെ ഇതുവരെ മീറ്റ് ചെയ്ത് റേപ്പ് ചെയ്തിട്ടുണ്ട്. അത് മേജർ ആവാത്ത മൈനർ പെൺകുട്ടികളെ. നിന്റെ ബാങ്കിൽ ഏകദേശം $1,00,000 ഉണ്ട്. അത് ആ
പെൺകുട്ടികൾക്കെല്ലാം തുല്യമായി ഞാൻ വീതിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന മരുന്ന് എല്ലാ ദിവസവും 2 എണ്ണം വീതം കഴിക്കുക. നിന്റെ മരണം വരെ നീ കഴിക്കേണ്ടി വരും. കാരണം നിന്റെ ലിംഗം ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് യൂസ് ഉണ്ടാവില്ല. ഈ മരുന്ന് കഴിക്കാതിരുന്നാൽ നീ തട്ടിപ്പോവുകയും ചെയ്യും. അതേപോലെ പോലീസിനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ നിന്റെ കമ്പ്യൂട്ടറിൽ ഒളിച്ചു വെച്ചിരുന്ന എല്ലാ ഇമേജസും നാളെ പത്രത്തിന് ന്യൂസ് ആയിട്ട്, പ്രധാനപ്പെട്ട ന്യൂസ് ആയിട്ട് വെളിപ്പെടും. മനസ്സിലായല്ലോ? അതുകൊണ്ട് മോൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചോന്നും പറഞ്ഞ് മൊട്ടഡാഡിയും കൊച്ചുമോളും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ സമയത്ത് ഹീറോയും ഒരു ലേഡി പോലീസും കൂടെ ആ മരിച്ച പെൺകുട്ടിയുടെ ബോഡി വീഴാൻ സാധ്യതയുള്ള ബ്രിഡ്ജുകൾ ഓരോന്നായിട്ട് പരിശോധിക്കുക. അതിൽ ആ മരമില്ലിന് അടുത്തായിട്ടൊരു ബ്രിഡ്ജുണ്ട്. ചുറ്റും തണുത്തുറഞ്ഞ മഞ്ഞും കാടും. ആ പെൺകുട്ടിയുടെ കാലുകൾ മഞ്ഞുകൊണ്ട് വിറച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിഡ്ജിൽ നിന്നായിരിക്കണം പെണ്ണ് വണ്ടിയിലേക്ക് ചാടിയിട്ടുണ്ടാവുക. അവൾ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടാവും. രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ പെണ്ണാണ് ബ്രിഡ്ജിൽ നിന്ന് താഴത്തേക്ക് ചാടിയിട്ടുള്ളത്. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവിടെ മൊട്ടഡാഡിയും പിന്നെ ആ കൊച്ചുപെണ്ണും. മൊട്ടഡാഡിയുടെ മോളല്ല ആ കൊച്ചുപെണ്ണ്. പുള്ളിക്കാരൻ ജോലിക്ക് നിർത്തിയിരിക്കുക ഒരു സുന്ദരിയായ പെൺകുട്ടീനെ. മൊട്ടഡാഡിക്ക് ഒരു ഓൺലൈൻ സെറ്റപ്പ് തന്നെയുണ്ട്. അതിൽ ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ, റേപ്പിസ്റ്റുകളെ നമ്മുടെ പെൺകുട്ടിയെ വെച്ച് ട്രാപ്പിലാക്കി പിടിച്ചോണ്ടുപോയി മുറിച്ചു കളയുന്നതാണ് ഡാഡിയുടെ ഇപ്പത്തെ ജോലി. പോലീസോ കോടതിയോ ഇല്ലാതെ നീതി നടപ്പാക്കുക. അതിന് കാരണമുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇപ്പൊ കൊച്ചുപെണ്ണിന് 2 ഇയറിങ്സ് കൊടുക്കുന്നുണ്ട് ഡാഡി. അത് GPS ഉള്ള ഇയറിങ്സാ. പുതിയ ക്രിമിനലിനെ മീറ്റ് ചെയ്യുമ്പോൾ ഫോൺ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ പെൺകുട്ടിയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ GPS ട്രാക്കർ കൊടുത്തിരിക്കുന്നത്. പതിവ് പോലെ ഇന്നും പെൺകുട്ടി പുതിയൊരാളെ കാണാൻ വരുന്നുണ്ട്. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ആ റേപ്പർ വന്നിട്ടില്ല. അതുകൊണ്ട് മോൾ അങ്കിളെ ഫോൺ വിളിച്ച് അയാൾ വരുന്നില്ല, എന്നെ വന്ന് പിക്ക് ചെയ്യൂന്ന് പറയും. ഈ സമയത്ത് കഫേയിലെ വെയിറ്റർ മോൾ ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്, അപ്പയ്ക്ക് വേണ്ടിയിട്ടാണോ, അപ്പ എവിടെയാന്ന് ചോദിക്കും. അവൾ പറയും ജയിലിലാണെന്ന്. വേറെന്തെങ്കിലും അറിയണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് വെയിറ്റർ മാറിപ്പോവാണ്. ബില്ല് കൊടുത്ത് ഇറങ്ങുമ്പം അവൾ ആരോ പിക്ക് ചെയ്യുന്നുണ്ട്. ഇവളെ കാണാമെന്ന് പറഞ്ഞ ആ പുതിയ കാമുകനായിരിക്കണം. മൊട്ടഡാഡി കഫേയിൽ വരുമ്പം പെൺകുട്ടിയെ കാണുന്നില്ല. ഇവിടെ പോയെന്ന് ചോദിക്കും വെയിറ്ററോട്. അവള് നേരത്തെ ഇറങ്ങിപ്പോയല്ലോ എന്ന വെയിറ്റർ പറയുമ്പോഴാണ് പെണ്ണിന്റെ മൊബൈൽ ഓഫ് ആയിരിക്കുന്നത് ഡാഡിക്ക് മനസ്സിലാവുക. ഡാഡി ഉടനെ ട്രാക്കർ വെച്ച് അവൾ ആ കാറുകാരൻ കൊണ്ടുപോയ വഴിയെ തന്നെ പിന്തുടർന്ന് പോവാണ്. ഡാഡി അങ്ങനെ പിന്തുടർന്ന് പോകുമ്പോൾ ഇടയിലൊരു പ്രാന്തന്റെ കാറ് കയറി ഇടിച്ച് ഇങ്ങനെ കാറ് ട്രാഫിക്കിൽ പെട്ട് ലോക്കായി ആ റേപ്പിസ്റ്റിനെ തുടർന്ന് പോകാൻ പറ്റാതെയാവും. ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർ വന്ന് മൊട്ടഡാഡിനെ പിടിച്ചോണ്ട് പോവാണ്. സ്റ്റേഷനിൽ എത്തിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ചീഫ് പോലീസിന് ആളെ പിടികിട്ടുക. ഡാഡി ആരാണെന്ന് പിടികിട്ടുക. പുള്ളി പഴയൊരു ജഡ്ജായിരുന്നു. ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്രിമിനൽസിന് കനത്ത ശിക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുള്ളിയുടെ ഫാമിലി കൊല്ലപ്പെട്ടതിന് ശേഷം ജോലി രാജിവെച്ച് പുള്ളിക്കാരൻ പ്രൈവറ്റ് ആയിട്ട് നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് പോലീസുകാർക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ മൊട്ടഡാഡി, എന്നെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. ഒരു പെൺകുട്ടി അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് അവളെ രക്ഷപ്പെടുത്തണം, ദയവ് ചെയ്ത് എന്നെ വിടൂ, അല്ലെങ്കിൽ എന്റെ കൂടെ ഒരാൾ വരൂന്ന് പറഞ്ഞ് പോലീസുകാരോട് കെഞ്ചിക്കൊണ്ടിരിക്കുക. കാര്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ഹീറോ ആരെയാണ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത്, ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കും. ജഡ്ജി ഡാഡി പറയും, ഞാൻ അവൾക്കൊരു GPS കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് അവളെ ട്രാക്ക് ചെയ്യാൻ പറ്റും, എത്രയും പെട്ടെന്ന് പുറപ്പെടണം, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയും. ഇവർ ജഡ്ജി പറയുന്ന അനുസരിച്ച് ആ പെൺകുട്ടിയുടെ GPS ട്രാക്ക് ചെയ്ത് അവളെ കൊണ്ടുപോയ ലൊക്കേഷനിലേക്ക് പോകുന്നു. അതൊരു വലിയ വീടാ. കാടിന് നടുക്കെ ചുറ്റും മഞ്ഞു മൂടിയ ഒരു ഒറ്റപ്പെട്ട വീട്. പോലീസുകാർ ആ വീടിനകത്തേക്ക് ഒളിച്ചു പാത്ത് കയറുന്നു. ഹീറോ ആ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ 1-2 പെൺകുട്ടികളെ കോഴികളെ പൂട്ടി വെച്ചിരിക്കുന്നത് പോലെ ചെറിയ ചെറിയ അറയുണ്ടാക്കി അതിനകത്ത് പൂട്ടി വെച്ചിട്ടുണ്ട്. അവിടുന്ന് മറ്റൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ അവിടെ പാട്ട് കേൾക്കുന്നുണ്ടാവും. ഹീറോ എൻ്റർ ആവുമ്പോൾ ഷെഡിയിട്ട് കാണാൻ ലേശം മണ്ടനെ പോലൊരാള് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഹീറോ അവനെ മണ്ടയ്ക്കൊരു കിഴുക്ക് കൊടുത്ത് ബോധം കെടുത്തിയിട്ട് വീണ്ടും സെർച്ച് ചെയ്യും. അപ്പൊ വേറൊരു മുറിയിൽ ഇപ്പൊ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട മൊട്ടഡാഡിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടീനെ അവിടെ വെച്ച് കിട്ടും. അങ്ങനെ ഈ പെൺകുട്ടികളെല്ലാം രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് മറ്റേ ചെങ്ങായനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഈ കിഡ്നാപ്പേഴ്സ് കടത്തിക്കൊണ്ടുപോയ പെൺകുട്ടികളുടെ എല്ലാം ഇയർ ഡ്രം അവൻ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ചെവി കേൾക്കാൻ വേണ്ടി ഇവർ ആ പെൺകുട്ടികൾക്ക് മെഷീൻ കൊടുക്കും. നമ്മുടെ മൊട്ട ജഡ്ജ് ഓടി വന്ന് അയാളുടെ വളർത്തു മകളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ ആ വീട്ടിൽ നിന്ന് കിട്ടിയ കിഡ്നാപ്പർ അയാളെ പോലീസുകാർ ക്വസ്റ്റ്യൻ റൂമിലിട്ട് കെട്ടിവെച്ചിരിക്കുക. കാണാൻ ബുദ്ധി വളർച്ച ഇല്ലാത്തതുപോലെയാണ് അയാൾ പെരുമാറുന്നത്. പേര് സൈമൺ ആണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഹീറോയിനാണ് ഈ സൈമണെ ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾക്കൊരു വക്കീലിനെ വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ വേണ്ടാന്ന് പറയും. പേര് സൈമൺ ആണെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മിണ്ടുന്നില്ല. ഊഹു ഊഹു എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഹീറോയുടെ കയ്യിലേക്ക് ഇയാൾ ആ പെൺകുട്ടികളുടെ ഇയർ ഡ്രം പൊട്ടിക്കാൻ ഉപയോഗിച്ച ഒരു എയർ വാൾവ് കിട്ടുന്നുണ്ട്. അത് ആ വീട്ടിൽ നിന്ന് പോലീസുകാർക്ക് കണ്ടു കിട്ടിയതാ. ഈ മെഷീൻ കൊണ്ടുപോയി സൈമന്റെ മുന്നിലേക്ക് ഹീറോ വെക്കുമ്പോൾ ആ മെഷീൻ കണ്ട് സൈമൺ പേടിക്കുന്നുണ്ട്. എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടൂ, എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ ഇവിടെ നിർത്തല്ലേ, എന്നെ പറഞ്ഞു വിടൂ എന്ന് പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട്. പോലീസുകാർക്കൊന്നും മനസ്സിലാവില്ല. ഈ സമയത്ത്
സൈമന്റെ വീട് പരിശോധിക്കുമ്പോൾ പോലീസുകാർക്ക് ഒരുപാട് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുന്നു. എന്നാൽ അത്രയധികം പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ എവിടെയാണ് പോയെന്നറിയില്ല. ഇവര് കുറെ നേരം സൈമൺ ഒബ്സർവേഷൻ മുറിയിൽ തന്നെ വെച്ചിരിക്കുക. 3-4 മണിക്കൂറായി ഒരേ സ്ഥലത്തേക്ക് തന്നെ നോക്കി അനങ്ങാതെ നിൽക്കുകയാണ് സൈമൺ. ഈ പെൺകുട്ടികളുടെ ചെവി മാത്രമല്ല കേൾക്കാത്തത്, സൈമണും കേൾവിക്ക് കുഴപ്പമുണ്ട്. മെഷീൻ വെച്ചിട്ടാണ് അവനും കേൾക്കുന്നത്. ഇപ്പൊ പല പെൺകുട്ടികളുടെയും DNA ആ വീട്ടിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അവർ ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി എവിടെയാണെന്നുള്ളത് സൈമൺ മാത്രമേ അറിയുള്ളൂ. സൈമൺ സംസാരിച്ചാലേ പോലീസിന് അറിയാൻ പറ്റും. അതുകൊണ്ട് സൈമണെ എങ്ങനെയും സംസാരിപ്പിക്കേണ്ടത് ഹീറോയിന്റെ കടമയാണ്. അവൻ കാര്യങ്ങൾ പറയണം. ഈ സമയത്ത് കിഡ്നാപ്പർ വീട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാർ ആ വീട്ടിൽ നിന്ന് ലീക്കാവുന്ന വിഷവാതകം ശ്വസിച്ചിട്ട് 6 പേര് മരണപ്പെടുന്നുണ്ട്. പോലീസിലെ 6 പേര് മരണപ്പെട്ട ഉടനെ ചീഫ് ദേഷ്യപ്പെട്ട് അവനെ തല്ലിയെങ്കിലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറയും. ഇവര് ദേഷ്യപ്പെടുമ്പോൾ തന്നെ അവൻ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങാം. ഹീറോയിൻ പറയും, ഇത് കളിതമാശയല്ല, ദിസ് ഇസ് നോട്ട് എ ഗെയിം. ആ പെൺകുട്ടികൾ എവിടെയുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇവര് നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. അത് കേൾക്കുമ്പോൾ സൈമൺ പറയും, ഇത് ഗെയിം തന്നെയാണ്, ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം തന്നെയാണ്, ലെറ്റ്സ് പ്ലേ എ ഗെയിം. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ അവന്റെ വഴിയിലൂടെ തന്നെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് പറഞ്ഞ്, എന്നാൽ ഞാൻ നിന്റെ കൂടെ ഗെയിം കളിക്കാൻ തയ്യാറാണ്, എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത് എന്ന് പറഞ്ഞു തരൂ, ഞാൻ നിന്റെ ഒപ്പം ചേർന്ന് കളിക്കാന്ന് പറയും. അപ്പൊ സൈമൺ ഫ്രീസിങ് ഹോട്ട് ഓർ ബേണിംഗ് കോൾഡ്, ഈ 2 എണ്ണത്തിൽ ഏതാണ് നിനക്ക് വേണ്ടെന്ന് ചോദിക്കും. ഏതായാലും കുഴപ്പമില്ല, എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സൈമൺ പറയാണ്, നീ അവരെ കവറിട്ട് കെട്ടിപ്പൊതിയണം, അവര് രക്ഷപ്പെടാൻ നോക്കിയാൽ അനുവദിക്കരുത്, ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ഊഫ് 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 എന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. ഇനിയും കാര്യങ്ങൾ എന്താണെന്ന് പോലീസിന് പിടികിട്ടുന്നില്ല. പക്ഷെ കിഡ്നാപ്പ് ചെയ്ത പെൺകുട്ടികളെ ഇവൻ കാര്യമായി എന്തോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരു ദിവസം കൂടെ കാത്തിരുന്ന് പിറ്റേന്ന് പോലീസുകാർ വീണ്ടും സൈമണെ ക്വസ്റ്റ്യൻ ചെയ്യാം. സൈമന്റെ വീട്ടിൽ നിന്നും കുറെ അധികം പണം കിട്ടിയിട്ടുണ്ട്. ഇവന്റെ പേരിൽ ഒരു അക്കൗണ്ടേ ഉള്ളൂ, അതിലും കാര്യമായിട്ട് പണമില്ല. പിന്നെ ആരായിരിക്കും ഇവന് പണം കൊടുത്തിട്ടുണ്ടാവുക? നിനക്കാരാണ് പണം തന്നതെന്ന് ഹീറോയിൻ ചോദിക്കും. അതിന് സൈമൺ പറയാണ്, എന്റെ വീടിന് ഫ്രണ്ടിലുള്ള ട്രങ്കിൽ ഒരാൾ പണം കൊണ്ടുവന്ന് വെക്കുമെന്ന്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ സാന്താക്ലോസ് അത്രേ, രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് അയാൾ വരുമെന്ന്. അപ്പൊ ഹീറോയിൻ ഇമോഷണലായി അവന്റെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മയെക്കുറിച്ച് ചോദിക്കുകയാണ്. നിന്റെ അമ്മയുടെ വിവരങ്ങൾ പറയോ, അമ്മ ഇപ്പൊ എവിടെയാണ്? സൈമൺ പറയും, അമ്മ മരണപ്പെട്ടു, അമ്മ ഇപ്പൊ ഇല്ല, അമ്മയെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന്. അപ്പൊ ഹീറോയിൻ ചോദിക്കും, അമ്മയ്ക്ക് തന്നെ ഇഷ്ടമായിരുന്നില്ലേ, അമ്മയോട് നിനക്ക് വെറുപ്പാണോ എന്ന്. അതിന് സൈമൺ പറയും, ഇല്ല, അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അമ്മയാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ക്വസ്റ്റ്യനിങ്ങും അയാളുടെ പതിരില്ലാത്ത ആൻസറും കണ്ടിട്ട് ചീഫ് ടെൻഷൻ ആവുന്നുണ്ട്. ഇങ്ങനെ അവന്റെ കൂടെ കളിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം. അവൻ മണ്ടനാണെങ്കിലും പൊട്ടനാണെങ്കിലും ജഡ്ജ് അവനുള്ള വിധി കൊടുത്തോട്ടെ, അവൻ ജയിലിൽ പോവട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്ന് പറയും ചീഫ്. ഇപ്പൊ ഹീറോയ്ക്ക് ഒരു സംശയമുണ്ട്, അത്രയും എബിലിറ്റികൾ ഇല്ലാത്ത ഒരാള് എങ്ങനെയായിരിക്കണം ഇത്രയും അധികം പെൺകുട്ടികളെ കടത്തിയിട്ടുണ്ടാവുക? ഇനി സൈമൺ അഭിനയിക്കുന്നതാണോ അതും അറിയില്ല. ഈ സമയത്താണ് പോലീസുകാരുടെ ഒരു വാഹനം പൊട്ടിത്തെറിക്കുന്നത്. ആരോ ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ച 2 ഓഫീസർമാർ അതിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഹീറോ രണ്ടും കൽപ്പിച്ച് ഒരു തോക്കെടുത്തുകൊണ്ട് പോയി സൈമണ് കൊടുക്കുന്നു. സൈമണ് വേണമെങ്കിൽ ആ തോക്കെടുത്ത് ഹീറോയെ അറ്റാക്ക് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാം. എന്നാൽ സൈമൺ ആ തോക്കെടുക്കുന്നില്ല, പേടിച്ചൊരു ഭാഗത്ത് മാറി നിൽക്കുകയാണ്. അപ്പൊ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടി, സൈമണെ സഹായിക്കാൻ ആരോ കൂടെയുണ്ട്, അല്ലെങ്കിൽ സൈമണും അയാളും ചേർന്നിട്ടാണ് ഈ ക്രൈം ചെയ്യുന്നത്. അത് ഹീറോ ചീഫിനോട് പറയും. പോലീസുകാർ വീണ്ടും സൈമന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സൈമന്റെ അമ്മ 95-ൽ തന്നെ സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അവർക്ക് 86-ൽ ഒരു റേപ്പ് സംഭവിച്ചിട്ടുണ്ട്. റേപ്പ് ചെയ്ത് പെണ്ണിനെ തടാകത്തിൽ വലിച്ചെറിഞ്ഞു. എന്നാൽ അവർ മരണപ്പെട്ടില്ല, ജീവനോടെ തിരിച്ചു വരികയും സൈമണെ പ്രസവിക്കുകയാണ് ചെയ്തത്. ആ റേപ്പിൽ നിന്നുമാണ് സൈമൺ ഉണ്ടായിരിക്കുന്നത്. ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ റേപ്പ് ഉണ്ടായത്. അതിനൊരു കേസ് ഫയലായിട്ടുണ്ടെങ്കിലും അത് പുറത്തു വെച്ച് ആരോ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും കേസിന് പോവാതിരുന്നത്. ആ റേപ്പ് ചെയ്ത ആളുടെ മോനാണ് സൈമൺ. ഇപ്പൊ ഹീറോ ആ ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ നിന്നും അന്വേഷണം തുടങ്ങാന്ന് പറഞ്ഞിട്ട് സൈമന്റെ അമ്മ വർക്ക് ചെയ്തിരുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറിയുടെ അഡ്രസ്സ് എടുക്കുന്നു. എന്നിട്ട് അഡ്രസ്സിലുള്ള ഫാക്ടറി ചെന്ന് നോക്കുമ്പോൾ ആ ഫാക്ടറി പൂട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അവിടെ തെളിവായി കിട്ടാനൊന്നുമില്ല, ഒരു വിജനമായ ഫാക്ടറി. സോ തിരിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി വണ്ടി എടുക്കാൻ വരുമ്പോഴാണ് കാറിന് മുകളിലായി ആരോ ഒരു പന്ത് വെച്ചിട്ട് പോയിരിക്കുന്ന ഹീറോ കാണുന്നു. അതാരാണ് വെച്ചതെന്നറിയില്ല. പിറ്റേന്ന് നമ്മുടെ മൊട്ട ജഡ്ജിന്റെ വളർത്തുമോളില്ലേ, അവള് പുതിയൊരു ക്രിമിനലിനെ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കോഫി ഷോപ്പിൽ വെച്ച്. റേപ്പ് കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നവരെയാണ് മെയിനായിട്ട് ഇവര് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഹീറോ ചെന്ന ആ പെണ്ണിനെ കണ്ടിട്ട്, മൊട്ട ജഡ്ജ് എവിടെയാണ്, എനിക്ക് അങ്ങേരോട് സംസാരിക്കണം എന്ന് പറയാം. എന്നിട്ട് ആ ക്രിമിനലിന് ഹീറോയുടെ കയ്യിലുള്ള ഹാൻഡ് കഫ് കൊടുത്തിട്ട് പറയും, അതെടുത്ത്
ബെൽറ്റ് ധരിച്ച് നേരെ ഞങ്ങളുടെ പോലീസ് വണ്ടിയിൽ കയറിക്കോ. അതല്ലെങ്കിൽ ഇവർ നിന്നെ കൊണ്ടുപോയി കുട്ടിക്കുറുമ്പനെ കട്ട് ചെയ്ത് കളയും. പിന്നെ ജീവിതത്തിൽ നിനക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. മിണ്ടാ ചെന്ന് വണ്ടി കയറിക്കോളാൻ പറയും. അവൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോ നേരെ ചെന്ന് കൂപ്പറെ കാണും. അതായത് ആ മൊട്ട ജഡ്ജിനെ. നമ്മുടെ സൈമണിന്റെ കേസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ജഡ്ജിനെ ചെന്ന് കാണുന്നത്. സൈമണ് പുറത്തു നിന്ന് ആരോ സഹായിക്കുന്നുണ്ട്. അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളല്ലേ പോലീസ് എന്ന് കൂപ്പർ പറയും. ജഡ്ജാണെങ്കിൽ ഈ മാസം റിലീസായ 5 റേപ്പിസ്റ്റുകളെ തേടിക്കൊണ്ടിരിക്കുക. താൻ എത്ര പേരെ പിടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും തന്റെ മനസ്സിലെ വേദനയും കുറ്റബോധവും തന്നെ വിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഹീറോ പോവുക. ഭാര്യയും മോളെയും റേപ്പ് ചെയ്ത് കൊല ചെയ്ത് സ്വിമ്മിംഗ് പൂളിൽ ഇട്ടിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വന്ന അവസ്ഥയാണ് ജഡ്ജിനെ ഇങ്ങനെ ഒരു വെട്ടുകാരനാക്കി മാറ്റിയത്. അയാൾ ഹീറോയോട് മറുപടി ഒന്നും പറയാതെ അവിടുന്ന് മാറിപ്പോവും. ഇപ്പൊ ഹീറോയിൻ സൈമണിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഹണ്ടർ എന്ന് പറയുന്ന ആരെയോ കോണ്ടാക്ട് ചെയ്തതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴായിരിക്കും മറ്റൊരു ലേഡി പോലീസ് പറയുക, കാറ് പൊട്ടിക്കാൻ ഉപയോഗിച്ച ബോംബ് മിലിറ്ററി ആൾക്കാർ ഉപയോഗിക്കുന്ന ബോംബിന്റെ ടൈപ്പാണ്, മിലിറ്ററി ഗ്രനേഡ്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പം സൈമൺ കമ്പ്യൂട്ടറിൽ കോണ്ടാക്ട് ചെയ്തത് ഏതെങ്കിലും എക്സ് മിലിറ്ററി മാൻ ആയിരിക്കും, അതും ബോംബ് ഉണ്ടാക്കുന്ന ആള്. സോ ഇവർ ആർമി ഡാറ്റയിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. മിലിറ്ററി ബോംബ് ഉണ്ടാക്കാൻ അറിയുന്ന റിട്ടയറായ 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ. അതിൽ സാമിന്റെ വീടിനടുത്തായി ലൂയിസ് റെഡ്സ്റ്റൺ എന്ന് പറഞ്ഞൊരാളുണ്ട്. പ്രൊഫൈൽ എല്ലാം കൊണ്ടും പുള്ളിക്കാണ് ചേരുന്നത്. സോ പോലീസുകാർ എത്രയും പെട്ടെന്ന് അടുത്ത നിമിഷം തന്നെ ഈ എക്സ് ആർമിക്കാരന്റെ ഫാക്ടറി വളഞ്ഞ് അയാളെ പിടിക്കുന്നു. പുള്ളിക്കാരൻ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. പോലീസ് ചുറ്റി വളഞ്ഞു കഴിയുമ്പം ഹീറോ അയാളോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അയാൾ പറയും, മനസ്സിലായി. ബോംബുണ്ടാക്കി വിറ്റതുകൊണ്ടല്ലേ? എന്റെ ചെലവിനുള്ള പണം ഞാൻ ഉണ്ടാക്കി, അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ ഹീറോ പറയും, ബോംബുണ്ടാക്കിയത് മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊന്ന ഒരു കൊലയാളിക്കാണ്, റേപ്പിസ്റ്റിനാണ് താൻ ബോംബ് സെയിൽ ചെയ്ത്. അത് കൂടാതെ വേറെന്തൊക്കെയാണ് താൻ കൊടുത്തത്? അത് കേൾക്കുമ്പോൾ ആ പഴയ ആർമിക്കാരൻ പറയും, സെൽഫോൺസിന്റെ സിഗ്നൽ ബ്ലോക്കറും കൂടെ ഞാൻ അവന് സെയിൽ ചെയ്തു. എന്നാൽ സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു അവനാണ് കിഡ്നാപ്പർ എന്ന്. എന്നോട് ക്ഷമിക്കൂന്ന് പറഞ്ഞിട്ട് ആർമിക്കാരൻ സ്വന്തം തലയിലേക്ക് വെടിവെച്ച് മരിക്കുന്നു. ഈ സമയത്ത് ഹീറോയിൻ അവളുടെ യൂണിഫോമൊക്കെ മാറ്റി സാധാരണ പെൺകുട്ടിയെപ്പോലെ സുന്ദരിയായി മുടിയൊക്കെ മുന്നിലേക്കിട്ട് എങ്ങനെയെങ്കിലും സൈമണ വശീകരിച്ചിട്ടാണെങ്കിലും അവന്റെ വായിന്ന് സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മെല്ലെ അവനോട് കൊഞ്ചി സംസാരിച്ച് നോക്കുക. ഒരു മാറ്റമില്ല. അവനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നിന്റെ അമ്മയെക്കുറിച്ച് പറയും. നീ ഒരു മണ്ടനായതുകൊണ്ട് അമ്മയ്ക്ക് നിന്നോട് വെറുപ്പായിരുന്നില്ലേ? സത്യം പറയെന്ന് പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ അവൻ പറയും, അതെ, ആ സ്ത്രീക്ക് എന്നോട് വെറുപ്പായിരുന്നു. എന്നെ സ്നേഹിക്കുന്നു എന്ന് കള്ളമാണ് പറഞ്ഞത്. എന്നെ കൂടിനകത്തൊരു കുരങ്ങനെ പോലെ കെട്ടിടുകയാണ് ആ സ്ത്രീ ചെയ്തത്. എനിക്കിഷ്ടമല്ല അവരെ. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, നീ അവരെന്താണ് ചെയ്തതെന്ന്? ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല, അവരാണ് എന്നെ ചെയ്ത്. അവര് ആരാത്? ആര് നിന്നെ എന്ത് ചെയ്തു? പറയ്. ആരാണ് നിന്നെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? പറയ്. നമ്മുടെ പെണ്ണ് ദേഷ്യപ്പെട്ട് അവനൊരു അടിയും കൊടുക്കുന്നുണ്ട്, കെട്ടഴിച്ചു വിട്ടിട്ട്. അപ്പൊ സൈമൺ പറയും, ഞാനാണ്. എന്നോട് ആരും പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാമെല്ലാം. ഞാൻ തന്നെയാണത് ചെയ്ത്. എനിക്ക് ആ പെണ്ണുങ്ങൾ ഓർമ്മയുണ്ട്. അവരെല്ലാം കൊന്ന് ഞാൻ തന്നെയാ. ഞാൻ നിന്നെയും കൊല്ലൂടി എന്ന് പറഞ്ഞിട്ട് ഇവൻ ചാടി ഹീറോയിൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പോലീസുകാർ വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു. പെണ്ണാകെ ഡസ്പായി സ്റ്റോർ റൂമിൽ മാറിയിരിക്കുക. സത്യങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സൈമൺ നേരെ സംസാരിക്കുന്നില്ല. ഈ സമയത്തായിരിക്കും ഹീറോയിന്റെ പേരിൽ ഒരു പാഴ്സൽ വരുന്നു. ഒരു പോലീസുകാരൻ കൊണ്ടുവന്ന് ആ പാഴ്സൽ കൊടുക്കുന്നു. അതേ നേരത്ത് ഹീറോയിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസുകാരൻ, അയാൾക്കൊരു ഭാര്യയും കുഞ്ഞൊക്കെ ഉണ്ട്. പുള്ളി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം ഭാര്യ ബോധം കെട്ട് കിടക്കുന്നു. അയാളുടെ മോളെ കാണുന്നില്ല, കുഞ്ഞുമോളെ കാണുന്നില്ല. അപ്പൊ ഇവിടെ ഹീറോയിന് വന്ന പാഴ്സലിൽ ഒരു ഗെയിം പറഞ്ഞിട്ട് ടിക്ടോക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പാഴ്സൽ ഒരു ബോംബാണെന്ന് മനസ്സിലായിട്ട് പെണ്ണുടനെ സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരെയും പുറത്തേക്ക് പോകാൻ പറയും. എല്ലാവരും ഉടനെ പുറത്തേക്ക് ഓടണം. ഈ നേരം ഹീറോയും ചീഫും സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ വയർലെസ്സിലേക്കും സ്റ്റേഷനകത്ത് ബോംബുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഹീറോ ഉടനെ സ്റ്റേഷനിലേക്ക് ഓടി വരും. ഈ സമയം സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ആ നേരത്ത് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഡാഡി പോലീസ്, അയാൾ സൈമന്റെ മുറിയിലേക്ക് വന്ന് സൈമൺ ഒരു പോലീസ് വേഷം ഇട്ടുകൊടുത്തിട്ട് അയാളുടെ കാറിൽ ആരും അറിയാതെ സൈമൺ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. ഹീറോ ഈ ത്രെട്ട് മനസ്സിലാക്കി ഓടി സൈമന്റെ മുറിയിലേക്ക് വരുമ്പോഴാണ് സൈമൺ രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യം അറിയുന്നത്. ഈ നേരത്ത് ആ പോലീസുകാരൻ സൈമണെ കൊണ്ടുപോയി വേറെ ഏതോ വണ്ടി കയറ്റി വിടുന്നുണ്ട്. ആരാണ് സൈമണെ കൊണ്ടുപോകണേന്നറിയില്ല. അതേസമയം സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡിലെ ആൾക്കാർ ആ പെട്ടി തുറക്കുമ്പം അതിനകത്ത് ബോംബല്ല, നമ്മുടെ പോലീസുകാരന്റെ കാണാതായ കൊച്ചുകുട്ടിയാണ്. അയാൾ കൊച്ചുകുട്ടി എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവും. സോ അയാളാണ് സൈമണെ രക്ഷപ്പെടുത്തിയെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. എന്നാൽ അത് അയാളുടെ സാഹചര്യമായിരുന്നു. ഇപ്പൊ ഹീറോ പേടിച്ച് വീട്ടിലേക്ക് ഓടി വരിക, തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയും കുഞ്ഞിനെയും അമ്മേനെയും അവിടെ തന്നെ നിർത്തിയാൽ
അവർക്കെന്തെങ്കിലും ആപത്തുണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഹീറോ ഭാര്യയും മോളെയും അവരെ നാട്ടിലേക്ക് പറഞ്ഞുവിടും. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് കൂട്ടുകാരി പോലീസ് ഈ സൈമന്റെ അമ്മ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റിലുണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് സമയത്തെടുത്തൊരു ഫൂട്ടേജ് പഴയ ഡാറ്റാബേസിൽ നിന്ന് ഹീറോയിന് കിട്ടും. അത് നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അതിരുന്ന് കാണുക. അതിൽ അമ്മ പറയുന്നുണ്ട് കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അവർക്ക് അറിയാമെന്നും അയാളാണ് കുഞ്ഞിനെ വളർത്താനുള്ള പണം കൊടുക്കുന്നതെന്നും അവര് പറയുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ സൈമന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക ഒരുപക്ഷെ അവന്റെ അച്ഛനായിരിക്കും. അച്ഛന്റെ വിവരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി അവന്റെ അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും ഇവർ ചെകഞ്ഞു നോക്കും. ഇവിടെയും അച്ഛന്റെ വിവരം രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ചീഫ് പറയും ടെക്സ്റ്റൈൽ കമ്പനിയിൽ നിന്നാണ് ആ ലേഡി പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ ഒരുപക്ഷെ കമ്പനി ഓണറോ ബിൽഡിംഗ് ഓണറോ ആകാനുള്ള സാധ്യതയുണ്ട്. ആ ടെക്സ്റ്റൈൽ കമ്പനി ഓണർ ആരാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ബിൽഡിംഗ് ഓണറിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും. അത് വെച്ച് ഇവർ ബിൽഡിംഗ് ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കും. മെക്ഗോവൻ ഡേവിഡ് എന്ന് പറഞ്ഞ ആളാണ് ആ ബിൽഡിംഗിന്റെ ഓണർ. അയാൾ അഡ്രസ്സ് കണ്ടുപിടിച്ച് പോലീസ് പടയെന്നെ അയാളെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീടിനകത്തേക്ക് ഇടിച്ചു കയറി നോക്കുമ്പോൾ അവിടെ ഡൈനിങ് ടേബിളില് കത്തിയുമായി സൈമൺ ഇരിപ്പുണ്ട്. സൈമൺ ഇവര് തോക്ക് ചൂണ്ടി പിടിക്കും. ആ ബിൽഡിംഗ് ഓണർ തന്നെയാണ് സൈമന്റെ അച്ഛൻ. അയാൾ മൃഗീയമായി ആക്രമിക്കപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിലായിരിക്കും. ഹീറോയിൻ ഇതാരാണ് ചെയ്തതെന്ന് അയാളോട് ചോദിക്കുന്നു. എന്നാൽ ഉത്തരം പറയാതെ പുള്ളി മരണപ്പെട്ടു പോവാണ്. ഇവരുടനെ സൈമണെ കെട്ടിവലിച്ച് പിടിച്ചുകൊണ്ടുവരുന്നു. അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന പാവ കരടിപ്പാവ വേണമെന്ന് പറഞ്ഞ് സൈമൺ വാശി പിടിക്കും. ഹീറോയിൻ ആ പാവ എടുത്തു കൊടുത്തിട്ട് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കാണാതായ പെൺകുട്ടികളുടെ എല്ലാം ഫോട്ടോ കാണിച്ച് ഇവരെ നിനക്ക് അറിയുമോ എന്ന് ചോദിക്കും. എല്ലാ ഫോട്ടോയും തനിക്ക് അറിയുന്ന ആൾക്കാരാണെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മൊട്ട ജഡ്ജിന്റെ വീട്ടിൽ അയാളുടെ വളർത്തുമകളെ കാണാനില്ല. അതേപോലെ പുള്ളിക്കാരന്റെ സിസ്റ്റവും ആരോ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളില്ലാത്ത സമയം അയാളുടെ വീട്ടിലേക്ക് ആരോ കടന്നു കയറിയിട്ടുണ്ട്. ഉടനെ ജഡ്ജ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ പരാതി പറയുന്നു. സൈമൺ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്റെ മോളെയും തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ മുതൽ സൈമൺ ഇവിടെ തന്നെയുണ്ട്. ഇവർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് അവൻ ജഡ്ജിന്റെ മകളെ കടത്തിക്കൊണ്ടുപോയിരിക്കുക? ഇവരെന്തായാലും സൈമണെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ലാറ എവിടെയാണെന്ന് ചോദിച്ച്, ജഡ്ജിന്റെ മകൾ എവിടെയാണെന്ന് ചോദിച്ച്. അതിനവൻ ലാറയ്ക്ക് ജീവനുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് ഭിത്തിയിൽ മൂത്രമൊഴിക്കുക. ഇനി അവനെ കൊണ്ട് എന്താണ് ചെയ്യിക്കുക എന്നിവർ ചീഫിനോട് ചോദിക്കുമ്പോൾ ചീഫ് പറയും നമുക്കിനി ചെയ്യാനൊന്നുമില്ല. ജനങ്ങൾക്ക് മുന്നിൽ ഈ ക്രൈമിന് ഉത്തരവാദപ്പെട്ട ആളെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് അവനെ കോർട്ടിലേക്ക് കൊണ്ടുപോവാം. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് ഇവര് സൈമണെ പത്രക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് സൈമണോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ പറയും. അപ്പൊ സൈമൺ ആണെങ്കിൽ ഞാൻ പീഡിപ്പിച്ച പെൺകുട്ടികളെക്കാളും മണ്ടന്മാരാണ് പോലീസുകാർ, അതുകൊണ്ടാണ് ഇവർക്ക് എന്നെ പിടിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. പോലീസ് അവനെ അടിച്ച് വലിച്ചെടുത്തുകൊണ്ട് കോർട്ടിലേക്ക് കൊണ്ടുവന്നു. ഹീറോ കൂടെ പോയാൽ അവനൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയെ ഇപ്പൊ കൂടെ കൊണ്ടുപോകുന്നില്ല. അവനെ സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കാൻ പറയും. എന്നാൽ ഈ പോലീസുകാർ സൈമണെ കൊണ്ടുപോകുന്നതിന് പുറകെ നമ്മുടെ ഡാഡി ജഡ്ജ് പോകുന്നുണ്ട്. അങ്ങേർക്ക് എങ്ങനെയും തന്റെ മോളെ വിട്ടുകിട്ടണം. ഇപ്പൊ ഹീറോ സൈമന്റെ സംസാരത്തിൽ ചെറിയ വശപ്പശക് തോന്നിയതുകൊണ്ട് അവൻ ഇന്റർവ്യൂ ചെയ്ത വീഡിയോകളൊക്കെ മാറി ഇരുന്ന് കാണാം. ആ നേരത്ത് സൈമൺ കാറിൽ വെച്ച് ഹീറോയിനോട് പറയും നിന്റെ ഭർത്താവിന് മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് നീ അവന്റെ കൂടെ കഴിയുന്നത്? ഇത് കേട്ടുടനെ ഹീറോയിൻ ഷോക്കാവുക. ആ കാര്യം എങ്ങനെ ഇവനറിയാം, അതെങ്ങനെ നിനക്കറിയാം എന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഈ നേരത്താണ് ഹീറോ സൈമന്റെ പഴയ ഫൂട്ടേജും പുതിയ ഫൂട്ടേജും വാച്ച് ചെയ്യുന്നത്. അപ്പൊ പഴയതിൽ സൈമൺ ലെഫ്റ്റ് ഹാൻഡും പുതിയതിൽ റൈറ്റ് ഹാൻഡും ആണ്. ആള് മാറിയിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അവൻ ഉടനെ അവിടെ നിന്ന് പുറപ്പെടാം. ഈ സമയത്ത് നമ്മുടെ ഡാഡി ജഡ്ജ് സൈമണെ പിടിക്കാനായിട്ട് അവനെ കൊണ്ടുപോകുന്ന വണ്ടി ഇടിച്ചിടും. റോഡിന്റെ വശത്തേക്ക് ഇടിച്ചിടും. ഈ വീണ വണ്ടിക്കടുത്തേക്ക് ജഡ്ജ് ഓടി വരികയാണ് സൈമണെ പിടിക്കാൻ വേണ്ടി. അയാൾ കാറിനകത്തുനിന്ന് സൈമണെ വലിച്ചിട്ട് എന്റെ മോൾ എവിടെയാടാ എന്ന് ചോദിക്കുന്ന സമയം മറ്റൊരു കാറിൽ പോലീസിന്റെ വേഷം ധരിച്ച ഏതോ ഒരാൾ വന്ന് ഈ ഡാഡിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. ഉടനെ താഴെ കിടന്ന സൈമൺ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് ആ പോലീസുകാരനെ കെട്ടിപ്പിടിക്കും. നോക്കുമ്പോൾ സൈമണും നമ്മുടെ വന്ന പോലീസുകാരനും രണ്ടുപേരും ഇരട്ടകളാണ്. പോലീസ് ആദ്യം പിടിച്ചത് ബുദ്ധി വളർച്ചയില്ലാത്ത സൈമണയായിരുന്നു. രണ്ടാമത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് നല്ല ബോധമുള്ള അവന്റെ ഇരട്ടയെയാണ്. രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ക്രൈമൊക്കെ ചെയ്ത്. ഇപ്പൊ ഒരു ജഡ്ജ് ഡാഡിയെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെയും കൂടെ അവന്മാരുടെ കസ്റ്റഡിയിൽ പിടിച്ചോണ്ട് പോവാം. ഹീറോ സ്പോട്ടിലേക്ക് എത്തുമ്പോഴേക്കും വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അയാൾ തലയ്ക്കടിയേറ്റ് കിടക്കുന്നുണ്ടാവും. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവര് രണ്ടുപേരുണ്ട്. രണ്ടാമൻ വന്ന ഇരട്ടയെയും നമ്മുടെ പോലീസുകാരെയും പിടിച്ചോണ്ട് പോയിന്ന് പറയും. അവന്മാര് വേറെന്തെങ്കിലും സംസാരിച്ചോന്ന് ചോദിക്കുമ്പോൾ നിന്റെ വിന്റർബർഗ് എടുക്ക് എന്ന് മാത്രം
ചേട്ടൻ അനിയനോട് പറയുന്നുണ്ടായിരുന്നു. ഇതാ പോലീസുകാരൻ കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് 2 സാമന്മാരും കൂടെ ഒരു ഉറഞ്ഞു കിടക്കുന്ന ലേക്കിനടുത്തേക്ക് വരുന്നു. ഈ നേരം ഹീറോ വിന്റർബർഗുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലമുണ്ടോ, ഈ ടൗണിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്നുള്ളത് നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വിന്റർബർഗുമായിട്ട് ബന്ധപ്പെട്ടൊരു പഴയ കളിയുണ്ട്, പ്ലേ. അത് മൃഗങ്ങളെ ബലി കൊടുക്കുന്ന ഒരു കളിയാ. ഒന്നുകിൽ കത്തിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊല്ലുക. ഇതാണ് ആ സാക്രിഫൈസിൽ പെട്ടത്. ഈ സാമിന്റെ അമ്മയെ റേപ്പ് ചെയ്തതിനു ശേഷം തടാകത്തിൽ എറിയപ്പെടുകയുണ്ടായി. ആ വിവരം കൂടെ വെച്ചിട്ട് പോലീസുകാർ അമ്മയുടെ ഫൂട്ടേജ് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ഈ സമയത്ത് സാമന്മാര് ചേട്ടൻ അനിയനോട്, നിനക്ക് വേണ്ടിയാണ് ഞാൻ അച്ഛനെ കൊന്നത്, നിനക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ സ്നേഹം പ്രകടിപ്പിക്കുക. സംഭവം, അമ്മയ്ക്ക് 2 കുട്ടികളുണ്ടായി. അതിലെ മൂത്തവൻ ബുദ്ധിയുള്ളവൻ അച്ഛൻ കൊണ്ടുപോയി, ബുദ്ധി കുറവുള്ള ആളെ അമ്മയാണ് വളർത്തിയത്. എന്തായാലും 2ഉം കൂടെ ഇപ്പൊ നശിച്ചു പോയിട്ടുണ്ട്. ഈ സമയത്താണ് ഹീറോ അമ്മയുടെ കയ്യിൽ എപ്പോഴും ആ കരടിപ്പാവ ഉള്ളതായിട്ട് കാണുന്നു. അതേ കരടിപ്പാവയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ചെറിയ സാമം വാശി പിടിച്ച് അവനെ പൂട്ടിവെച്ച സെല്ലിൽ ഇപ്പോഴും ആ കരടിപ്പാവയുണ്ട്. ഹീറോ ഓടിച്ചെന്ന് ആ കരടിപ്പാവ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു GPS ട്രാക്കർ ഉണ്ടാവും. ആ GPS ട്രാക്കർ വെച്ച് അതെവിടെയെല്ലാം ഇതിനു മുന്നേ പോയിട്ടുണ്ടോ അതിന്റെ ഡാറ്റ ഇവരെടുക്കും. അപ്പൊ അത് അവസാനം പോയ ഒരു ലേക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഉറഞ്ഞു കിടക്കുന്ന ഒരു ലേക്ക്, അവിടേക്ക് തന്നെയായിരിക്കും ഇപ്പൊ അവര് പോയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസ് പട അങ്ങോട്ട് പുറപ്പെടുന്നു. ഈ നേരം സാമന്മാര് ഡാഡിയുടെ വളർത്തുമോളെയും നമ്മുടെ കൂട്ടുകാരി പോലീസിനെയും തുണിയിൽ പൊതിഞ്ഞ് ഈ ലേക്കിന് മണ്ടേ കൊണ്ടുപോയി ഇടുന്നുണ്ട്. എന്നിട്ട് അവരുടെ നേരെ തീ ബോളുകൾ ബാറ്റ് കൊണ്ട് തട്ടിയെറിയാണ്. ഈ തീ ബോളുകൾ നേരെ ചെന്ന് അവരെ കെട്ടിവെച്ച തുണിയിൽ പെടുകയാണെങ്കിൽ തുണിയും പെണ്ണും കത്തി ലേക്കിലേക്ക് അവർ മുങ്ങിച്ചാകും. ഇതുവരെയും ഇവർ കൊന്ന പെണ്ണുങ്ങളെ ഇങ്ങനെയാണ് അവർ കൊന്നത്. ഈ ഗെയിം കളിച്ചിട്ട് ഇവരങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധം വന്ന് നമ്മുടെ 2 പെണ്ണുങ്ങളും എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും പോലീസ് പട സ്പോട്ടിലേക്ക് എത്തുന്നത്. പോലീസിനെ കണ്ട ഉടനെ ചേട്ടനനിയന്മാർ കാട്ടിലേക്ക് ഓടിക്കയറും. നമ്മുടെ ഹീറോ ഓടി വന്ന് 2 പെണ്ണുങ്ങളെയും രക്ഷപ്പെടുത്തുന്നുണ്ട്. അവർ 2 പേരെയും വീട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ ഹീറോയിൻ പോകില്ല, എനിക്ക് അവന്മാരെ പിടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കയ്യിൽ നിന്ന് ഒരു തോക്ക് വാങ്ങിച്ച് ഈ സാമന്മാര് പോയ വഴിയിലൂടെ ഇവളും കയറി ചെല്ലുന്നുണ്ട്. പുറകെ തന്നെ കവർ ചെയ്ത് ഹീറോയിൻ കാടിനകത്തേക്ക് പോകും. ഇപ്പൊ ഹീറോയിൻ 2 പേരും 2 വശത്തൂടെ ഈ സാമന്മാരെ തേടിക്കൊണ്ടിരിക്കുക. അതിലെ മൂത്തവൻ ഒളിച്ചു മാറിയെന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ചു കളയും. അവൾക്ക് പൊതിരെ തല്ലുകൊടുത്ത് അവളെ പുറത്ത് കയറിയിരുന്ന് കഴുത്ത് ഞെരിച്ച് ഇവൻ കൊന്നുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും അനിയന്റെ കരച്ചിൽ കേൾക്കുന്നത്. എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അനിയന്റെ കരച്ചിൽ കേൾക്കുന്നു. അനിയന് ഇവന് ഒരുപാട് ഇഷ്ടമാണല്ലോ. ഓടിപ്പോയി നോക്കുമ്പോൾ ഹീറോ അനിയനെ പിടിച്ചിട്ടുണ്ട്. അനിയനെയും പിടിച്ച് ലേക്കിന്റെ മണ്ടേ നിൽക്കുകയാണ് ഹീറോ, അവന്റെ കഴുത്ത് ഞെരിച്ചിട്ട്. അപ്പൊ ഈ മൂത്ത സാമൻ അവന്റെ ഒപ്പം തന്നെ ഹീറോയിനെയും കൊണ്ടുവന്നിട്ട് എന്റെ അനിയനെ വിട്ടില്ലെങ്കിൽ ഹീറോയിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയെന്ന് പറയും. അപ്പൊ ഹീറോ, ഞാൻ നിന്റെ അനിയനെ നിനക്ക് തരാം, ഒപ്പം കൂടെ ഞാനും ഉണ്ടല്ലോ, നീ ആ പെണ്ണിനെ മാത്രം വിട്ടേക്ക്, ഞാൻ എവിടെയും പോകുന്നില്ല, എന്റെ നേർക്ക് ഗണ്ണ് ചൂണ്ടിക്കോ, എന്റെ കയ്യിൽ ഗണ്ണില്ല, അവളെ മാത്രം വെറുതെ വിട്ടേക്കെന്ന് പറയും. അല്ലെങ്കിൽ അനിയനുമായിട്ട് ഞാനിപ്പോൾ ലേക്കിലേക്ക് മുങ്ങിത്താഴും. മൂത്തവന് വേറെ വഴിയില്ലാതെ അവൻ ഹീറോയിനെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് അനിയന്റെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ അനിയനെ പിടിച്ച പിടിവിട്ടിട്ട്, നിനക്ക് നിന്റെ ചേട്ടനെ ഒരുപാട് ഇഷ്ടമല്ലേ, എന്നാ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു പറയും. പിടിവിട്ട ഉടനെ അനിയൻ ഓടിച്ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നു. അനിയനെ കയ്യിൽ കിട്ടിയതും ചേട്ടൻ ഹീറോനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയുടെ തോളിലേക്ക് ഒരു വെടിയുള്ളൂ. എന്നാൽ ഈ അനിയൻ ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടെ 2 പേരുടെ ഭാരവും ഒരുമിച്ച് വരുന്നോണ്ട് ഭാരം താങ്ങാതെ ഐസ് പൊട്ടി 2ഉം വെള്ളത്തിലേക്ക് വീഴാം. ഇതവർക്ക് ഹീറോ കൊടുത്തൊരു ട്രാപ്പായിരുന്നു. പൊട്ടി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ചേട്ടന്റെ പിടിവിടണ്ട, അവനെ കെട്ടിപ്പിടിച്ചോളൻ ഹീറോ പറഞ്ഞിരുന്നില്ലേ, അതേപോലെ അനിയൻ ചേട്ടനെ പിടിവിടാതെ കെട്ടിപ്പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചു താഴ്ത്തുക. അങ്ങനെ 2ഉം കൂടെ ആ ഐസ് വാട്ടറിലേക്ക് മുങ്ങി താഴ്ന്ന് ചത്തുപോവാണ്, മരിച്ചുപോയി. വെടികൊണ്ട ഹീറോ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഹീറോ മോളെ പിക്കപ്പ് ചെയ്യാൻ വരുമ്പം കൂടെ അപ്പൻ്റെ പുതിയൊരു കൂട്ടുകാരി. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പം കൂട്ടുകാരി പോലീസ് പറയും, ഞാൻ അപ്പൻ്റെ പഴയ കൂട്ടുകാരിയാ, കോളേജ് ഫ്രണ്ടാണ്. അപ്പം തന്നെ മോൾക്ക് മനസ്സിലായി ഇതെവിടെ ചെന്നാണ് അവസാനിക്കുക എന്നുള്ളത്. അവൾ ഇത്തിരി പിണക്കത്തോടെയാണ് വണ്ടിയിലേക്ക് കയറുന്നത്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. എന്തായാലും അവിടെ വെച്ച് നൈറ്റ് ഹണ്ടർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.